1 തിമോത്തിയോസ് 4:8 ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ബൈബിൾ ഒരു ആത്മീയ ഗ്രന്ഥമാണ്. ദൈവിക ജീവൻ പ്രാപിച്ച് അതിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം. എന്നാൽ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട നിരവധി കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. കാരണം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവിക ഇഷ്ടം അറിഞ്ഞുള്ള ജീവിത ശൈലി പാലിച്ചില്ല എങ്കിൽ ആത്മീയ ജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. ലോകത്തിൽ നാം ആരോഗ്യത്തോടെയും സൗഖ്യത്തോടെയും ജീവിക്കണമെന്നത് ദൈവത്തിൻ്റെ കൂടെ ആഗ്രഹമാണ്. അതിനായി നമ്മുടെ ദിനചര്യ, ഭക്ഷണം, ഉപജീവന മാർഗം എന്നിവയിലെല്ലാം ഉണ്ടായിരിക്കേണ്ട ക്രമത്തെക്കുറിച്ച് അത് പഠിപ്പിക്കുന്നു. അതിലൊന്നാണ് ശരീരത്തിന് വേണ്ട വ്യായാമം. ഇവിടെ വ്യായാമം കൊണ്ട് ലഭിക്കുന്ന പ്രയോജനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. അത് അല്പം മാത്രം പ്രയോജനമുള്ളതാണ്. അതിനർത്ഥം അതിന് പ്രാധാന്യമില്ലെന്നല്ല. ആരോഗ്യമുള്ള ശരീരം കൊണ്ട് മാത്രമാണ് അധ്വാനിക്കാനും ഉപജീവിക്കാനും കുടുംബം പുലർത്താനും ഒക്കെ കഴിയുന്നത്. ഈ ലോകത്തിൽ പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അത് കൂടിയേ തീരൂ. ദൈവത്തിനായി പ്രവർത്തിക്കാനും അത് ആവശ്യമാണ്. സുവിശേഷം അറിയിക്കുന്നവർ ആരോഗ്യമുള്ള ശരീരം സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ല ശുശ്രൂഷ ചെയ്യുന്ന പലർക്കും സ്വന്തം ആരോഗ്യം വേണ്ട വിധത്തിൽ പരിഗണിക്കാനാകാതെ തിരക്ക് പിടിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മെ വളരെ ആവശ്യബോധത്തോടെ സമീപിക്കുന്ന പലരും ആരോഗ്യം ക്ഷയിച്ചാൽ തിരിഞ്ഞു നോക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടെ അറിഞ്ഞിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ശരീരാഭ്യാസത്തെ അല്പപ്രയോജനമുള്ളത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. അത് ദൈവഭക്തിയാണ്. ദൈവഭക്തി ഇപ്പോഴുള്ള ജീവനും വരുവാനുള്ളതിനും പ്രയോജനമുള്ളതാണ്. ശരീരം എത്ര ആരോഗ്യത്തോടെ സൂക്ഷിച്ചാലും ഒരിക്കൽ മരിച്ച് മണ്ണടിയും. എന്നാൽ ദൈവഭക്തിയോടെ ജീവിക്കുന്നവർ തങ്ങളുടെ ഇവിടുത്തെ ജീവിതത്തിന് ശരീരം സൂക്ഷിക്കുകയും പാപം അകറ്റി ജീവിക്കുന്നതിനാൽ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.